ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ UK നഴ്സിംഗ് ഒരു അപ്ഡേറ്റ് പറയാനായിട്ട് അല്ലെങ്കിൽ UK നഴ്സിംഗ് റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പം കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണും, നമ്മൾ നോർക്ക ത്രൂ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. മുമ്പത്തെ പോലെ ഏജൻസീസ് ത്രൂ ഒരു മാസ് റിക്രൂട്ട്മെന്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ കേരള ഗവൺമെന്റിന്റെ നോർക്ക ത്രൂ ഒരുപാട് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് വേരിയസിലോട്ടൊക്കെ ഈ അടുത്ത് നടന്നിരുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ അടുത്തൊരു റിക്രൂട്ട്മെന്റ് NHS ഇംഗ്ലണ്ടിലോട്ട് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ മെന്റൽ ഹെൽത്ത് ആണ് മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ വീഡിയോസ് ആണ് ഇന്ന് നമ്മൾ അതിന്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ NHS ഇംഗ്ലണ്ടും നോർക്കയും കൂടി ഒത്തുചേർന്ന് ഇത്തവണ NHS ഇംഗ്ലണ്ടിലേക്ക് മെന്റൽ ഹെൽത്ത് നഴ്സസിനെ ആവശ്യമായിക്കൊണ്ട് പുതിയൊരു വേക്കൻസീസ് അല്ലെങ്കിൽ പുതിയ ആപ്ലിക്കേഷൻസ് അവർ ക്ഷണിക്കുന്നുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻസ് അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് December 20 ആണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മെന്റൽ ഹെൽത്ത് നഴ്സസ് ആണ് കേട്ടോ, മെന്റൽ ഹെൽത്ത്. അപ്പം മെയിൻ ആയിട്ട് ഇതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് പാസ് ആയിരിക്കണം. മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ഫീൽഡിൽ നിങ്ങൾക്ക് 18 മന്ത്സ് അതായത് 18 മാസം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഉള്ളത് OET അല്ലെങ്കിൽ IELTS പാസ് ആയിരിക്കണം. UK വരാനുള്ള റിക്വയർഡ് ആയിട്ടുള്ള സ്കോർ വേണം. അതുപോലെ CBT എക്സാമിൽ ഇവിടെയാണ് ശ്രദ്ധിക്കുന്നത്. CBT എക്സാമിൽ നമ്മൾ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾ ആയിരിക്കണം പാസ് ആയിരിക്കേണ്ടത്, അല്ലാതെ അഡൾട്ട് അല്ലെങ്കിൽ പീഡിയാട്രിക് അങ്ങനെയുള്ളതല്ല. CBTയിൽ നമ്മൾ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് മൊഡ്യൂൾ പാസ് ആയിട്ടുണ്ടാവണം. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള എലിജിബിലിറ്റി പറയുന്നത്. ഒന്നും കൂടി പറയാം, ഒന്ന് നിങ്ങൾ GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് പാസ് ആയ ഒരാളായിരിക്കണം. മെന്റൽ ഹെൽത്തിൽ 18 മന്ത്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. OET IELTSന് UK വരാനുള്ള റിക്വയർഡ് സ്കോർ വേണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ CBT എക്സാം പാസ് ആയിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കാം അത് അയക്കേണ്ടത്. അതായത് അപ്പൊ നിങ്ങൾ ഇത്രയും എലിജിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ukNHS.norca@kerala.government.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ഈ ഒരു മെയിൽ ID ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് അയക്കാവുന്നതാണ്. ഇത് നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ നഴ്സിംഗ് ഡിഗ്രി, അതുപോലെ തന്നെ അല്ലെങ്കിൽ GNM ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ 18 മന്ത്സ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, OET അല്ലെങ്കിൽ CBT IELTS ഈ എക്സാംസ് ഒക്കെ പാസ്സായിരുന്ന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കോപ്പിയും കൂടി ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടി അവർ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഈ കഴിഞ്ഞിടയ്ക്ക് വേൽസിലോട്ടൊക്കെ ഒരുപാട് പേര് ആപ്ലിക്കേഷൻസ് അയച്ചിരുന്നു. കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു അവരെ കോൺടാക്ട് ചെയ്തില്ല എന്നൊക്കെ. ചിലപ്പം ഇതിലും നല്ലത് അവരുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് അവർ നോക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ അവർ മെയിൻ ആയിട്ട് നോക്കുന്ന ചില എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചില ഡിപ്പാർട്ട്മെന്റൽ എക്സ്പീരിയൻസ് ഉള്ളവരെ ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് വേണ്ടത് പീഡിയാട്രിക് ആയിരുന്നായിരിക്കാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ റിലേറ്റഡ് എക്സ്പീരിയൻസ് ഉള്ളവരെയായിരിക്കും. അപ്പൊ ആ ഒരു മെയിൻ ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ളവരെയായിരിക്കും അവർ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കുറച്ച് പേർക്കൊക്കെ കിട്ടി, കുറച്ച് പേർക്കൊക്കെ വരാനായിട്ടുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് പേര് അപ്ഡേറ്റ് അല്ലെങ്കിൽ നഴ്സിംഗ് റിലേറ്റഡ് അപ്ഡേറ്റ് എന്തായി അല്ലെങ്കിൽ ഇനിയും ഉണ്ടാകുമോ എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ചെറിയൊരു പ്രതീക്ഷ തരുന്നതാണ് ഈ ഒരു NHS ഇംഗ്ലണ്ടിലേക്കുള്ള പുതിയൊരു നോർക്ക ത്രൂ ഉള്ള ഈ ഒരു റിക്രൂട്ട്മെന്റ്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് സമയം കളയാതെ നിങ്ങൾ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുവാണെങ്കിൽ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു, ഇന്റർവ്യൂവിന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസിനൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. NHS ഇന്റർവ്യൂവില് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ നാട്ടില് ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് പോലെ നമ്മൾ 1 വേർഡിൽ അല്ലെങ്കിൽ ഒരു 2-3 വാക്കില് നമ്മൾ അതിന് ഉത്തരം പറയാതെ മാക്സിമം എലാബറേറ്റ് ചെയ്യുക. ഇപ്പൊ അവരൊരു കാര്യം നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ വിത്ത് എക്സാമ്പിൾ അടക്കം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു അതിനെ ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ കൊണ്ട് ഉൾപ്പെടുത്തി ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ തരുവാണെങ്കിൽ അവർ കുറച്ചും കൂടി ഇംപ്രസ്ഡ് ആവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇന്റർവ്യൂവിന്റെ ടൈപ്പ് ഒക്കെ. ഞാനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു. ആ സമയത്ത് നമ്മളൊക്കെ ഏജൻസീസ് ത്രൂ ആയതുകൊണ്ട് നമ്മളെ ഏജൻസിയൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക, അല്ലെങ്കിൽ അവർ ആ ഒരു ടൈപ്പും എങ്ങനെയാണ് നമുക്ക് പറയേണ്ടതെന്നൊക്കെ. ഇപ്പം ഏജൻസിയൊക്കെ വളരെ കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ മാക്സിമം പല യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇടുന്നുണ്ടാകും. അങ്ങനെ നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ വന്നിരുന്ന ഒരു ഇന്റർവ്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. UK NHS അതായത് നോർക്ക വീണ്ടും റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാക്സിമം ആരൊക്കെയാണ് ഇപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അവരൊക്കെ മാക്സിമം അപ്ലൈ ചെയ്യുക. മെയിൻ ആയിട്ട് ഈ ഒരു എലിജിബിലിറ്റി ഉള്ളവർ കേട്ടോ, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ആണ് അവർ നോക്കുന്നത്. അപ്പം അതിലുള്ളവർ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ.
അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് കുറെ പേര് ഇങ്ങനെ വിദേശ രാജ്യത്തൊക്കെ പോയി വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ ഇങ്ങനെ വന്ന് വർക്ക് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വെയിറ്റ് ചെയ്തിരുന്ന് വന്ന ആളാണ് ഞാനും. അപ്പൊ എന്നെ പോലെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വരാൻ വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വിദേശത്ത് പോയി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതല്ലാതെ മറ്റുള്ളവർക്ക് ഉദ്ദേശിച്ചല്ല കേട്ടോ. അല്ലാതെ നമ്മളിപ്പം എല്ലാവരും നാട്ടിൽ നിന്ന് ഉപേക്ഷിച്ച് എല്ലാവരും വിദേശത്ത് വന്നല്ലെങ്കിൽ എല്ലാവരും UK വന്ന് വർക്ക് ചെയ്യണമെന്നൊന്നും ആരെയും ഫോഴ്സ് ചെയ്യുന്നതൊന്നും അല്ല. നമുക്കറിയാവുന്ന ചില വിവരങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഇത് കണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു ഞങ്ങൾ തരുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. അപ്പം കാരണം നമുക്ക് കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് വഴി നമ്മളോട് ചോദിക്കുക. ഇൻ കേസ് യൂട്യൂബിൽ കമന്റിന് നമ്മൾ റിപ്ലൈ തരാൻ ചിലപ്പോൾ ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി നമ്മളെ കോൺടാക്ട് ചെയ്യാം. അവിടെ ആയിരിക്കും നമ്മൾ ഒന്നും കൂടി സ്പീഡപ്പ് ആയിട്ട് നമുക്ക് റിപ്ലൈ തരുന്നത് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.